iQOO എന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിന് ശേഷം iQOO ഇറക്കുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് iQOO Neo 9 Pro. ഓക്കെ, ചൈനയിൽ ഓൾറെഡി ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. iQOO Neo 9 അങ്ങനത്തെ ഒരു പേരിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തത് കേട്ടോ. സോ ആ ഒരു സ്പെക്കും കാര്യങ്ങളും കംപ്ലീറ്റ് സ്പെക്ക് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ iQOO 9 Proയിൽ iQOO നൽകിയത് കേട്ടോ. സോ എന്തായാലും കിടക്കാച്ചി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഏകദേശം എത്ര ആയിരിക്കും എന്നുള്ളത്. സോ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ താല്പര്യം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി, വേറെ ഒന്നും ചെയ്യില്ല. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ iQOO Neo 9 Pro ഡിസ്പ്ലേ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു 1.5K സപ്പോർട്ട് ചെയ്യുന്ന ഒരു 80 LTPO ഡിസ്പ്ലേ ആണ് നൽകിയത്. ഇതൊരു OLED ഡിസ്പ്ലേയും കൂടെ ഉണ്ടോ, അടിപൊളി ഡിസ്പ്ലേ ആണ്. വേറെ ഒരു പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും പറയാനില്ല. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്കിവിടെ iQOO നൽകിയുള്ളത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1400 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് ഇവിടെ iQOO Neo 9 വന്നിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു നല്ലൊരു വിസിബിലിറ്റി, അത്യാവശ്യം നല്ലൊരു സൺലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു വിസിബിലിറ്റി കിട്ടും. iQOO 12 ഏകദേശം 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ ഉണ്ടായിരുന്നു. ഇവിടെ ഏകദേശം ഹാഫ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം പ്രൈസും ഏകദേശം ഹാഫ് ആ റേഞ്ചിലായിരിക്കും പ്രൈസ് വരിക. ഹാഫ് അല്ല, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു കില്ലിംഗ് പെർഫോമൻസ്, എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും പെർഫോമൻസ് എങ്ങനെ ഉണ്ടല്ലേ. സ്നാപ്ഡ്രാഗണിൻ്റെ 8gen 2 എന്നുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഇവിടെ iQOO Neo 9 Proയിൽ വരുന്നത്. Adreno 740 ആണ് GPU വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡായുള്ള വിയോടെ ഫൺ ടച്ച് ചോയ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുക. LPDDR5Xന്റെ റാം വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. ഒരു കിഡിലൻ ചിപ്സെറ്റ് ആണ്. നമ്മുടെ S23 അൾട്രയിലേക്ക് നിൽക്കുന്ന ആ ഒരു ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗണിൻ്റെ 8gen 2 എന്ന് പറയുന്നത്. ആ ഒരു സെയിം ചിപ്സെറ്റ് ആയിരിക്കും iQOO Neo 9 Proയിൽ വരുന്നത്. കൂടാതെ നമ്മുടെ iQOOൻ്റെ ആ ഒരു ഡെഡിക്കേറ്റഡ് ഉള്ള ചിപ്പ് ഉണ്ടല്ലോ, Q1 ചിപ്പ്, അതും ഇവിടെ നൽകിയിട്ടുണ്ടാവും കേട്ടോ. സോ പെർഫോമൻസ് വൈസ് ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. എനിക്കൊരു ഇഷ്യൂസും തോന്നുന്നില്ല. നല്ലൊരു ഫീച്ചർ വൈസ് തന്നെയാണ് നമ്മുടെ iQOO Neo Pro പെർഫോമൻസിൽ നിൽക്കുന്നത്. ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയത് കേട്ടോ. 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസും 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും. സോണിയുടെ IMX 920 ആണ് ഇതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എനിക്ക് ക്യാമറ തോന്നുന്ന ഒരു ഓക്കെ ഉള്ള ഒരു ക്യാമറ സെറ്റപ്പിനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ സെറ്റപ്പിനായിരിക്കും കേട്ടോ. സോണിയുടെ IMX 920 കാരണം അത്യാവശ്യം നല്ലൊരു സെൻസറാണ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് കുഴപ്പമില്ലാത്ത വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് പറ്റും. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നൽകിയുള്ളത്. അതിൽ സാംസങ്ങിൻ്റെ സെൻസറാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജുള്ള ഒരു ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം പ്രൈസ് ചിലപ്പോൾ ആ റേഞ്ചിലായിരിക്കും വരിക. 5160 mAh ആണ് ഈ ഫോണിൽ ബാറ്ററി ബാക്ക് നൽകുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും iQOO നൽകിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും നല്ല രീതിക്ക് iQOO ഇവിടെ മുൻഗണന നൽകിയിട്ടുണ്ട്. സോ നല്ല രീതിക്ക് ഒരു ബാറ്ററി ബാക്കപ്പും നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും iQOO നൽകിയിട്ടുണ്ട്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെയാണ്. അതുകൂടാതെ IP54 റേറ്റിംഗ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനെ കുഞ്ഞു ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഫോൺ വൈസ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു പെർഫോമൻസ്, ബാക്കിയുള്ളതൊക്കെ ഏകദേശം ആവറേജ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്ററി ബാക്കപ്പും നല്ലൊരു കുഴപ്പമില്ലാത്ത ക്യാമറ നൽകിയിട്ടുണ്ട്. സോ ഫോൺ എന്തായാലും എനിക്ക് തോന്നുന്നു iQOO ആരാധകർക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നൽകിയത് കേട്ടോ. വേറെ ലെവൽ ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനീസ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 30 to 35K ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. 35K സ്നാപ്ഡ്രാഗൺ 8gen 2 വെച്ചുള്ള ഒരു ഫോൺ വരികയാണെങ്കിൽ ഈ ഫോൺ റിയലി വാല്യൂ ഫോർ മണിയാണ്. 35K കിട്ടുകയാണെങ്കിൽ കേട്ടോ. പക്ഷേ എനിക്ക് സ്നാപ്ഡ്രാഗൺ 8gen 2 ഈ ഒരു പ്രൈസിൽ കിട്ടും എന്നുള്ളത് നല്ല രീതിക്ക് സംശയമുണ്ട്. ഇനി ഒരു 40 ആയാലും എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഫോൺ ലോഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാം. എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് കാണാൻ താല്പര്യം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് കൂടിക്കോളി. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ ഗൈസ്.